Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. അപ്പൊ നമ്മള് അത്യാവശ്യം സാറ്റർഡേസ് കിട്ടിയപ്പോ നിങ്ങൾ വായിച്ചു നോക്കിയായിരുന്നോ ക്ലാസ് പ്രൊഫേഷന്റെ? നമുക്കിപ്പോ ഇന്നത്തെ ക്ലാസ്സോടുകൂടി കഴിയുമല്ലേ? നമ്മുടെ ക്ലാസ് പ്രൊഫേഷന്റെ PDF കഴിയും. അത്യാവശ്യം മനസ്സിലായിരുന്നോ നിങ്ങൾക്ക്? തന്നെ പറയുന്നുണ്ട്. അപ്പം നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ക്ലാസ് കണ്ടിന്യൂ ചെയ്യാലോ? ക്ലാസ് നമ്മൾ എടുത്ത ഭാഗം എന്ന് പറയുന്നത് എന്താണ്? ഹലോ മാം, ഒരു കാര്യം ചോദിച്ചോട്ടെ? കഴിഞ്ഞ ക്ലാസ്സിൽ എനിക്ക് നേരെ ക്ലാസ് കാണാൻ പറ്റിയിരുന്നില്ല. അന്നേരം ഒന്നും കൂടെ മാം ഒന്ന് ചുരുക്കി ഒന്ന് പറയാവോ? കഴിഞ്ഞ ക്ലാസ് അപ്പൊ കുറെ ടൈം വേസ്റ്റ് ഇതാവൂലേ ബാക്കി കുട്ടികൾക്കെല്ലാം. എന്റെ റെക്കോർഡ് ക്ലാസ് കാണാൻ പറ്റുമായിരുന്നല്ലേ? റെക്കോർഡ് ക്ലാസ് അയച്ചിട്ടുണ്ടാവുമല്ലോ. ക്ലാസ് റൂമില് നിങ്ങൾക്ക് റെക്കോർഡ് ക്ലാസ് കിട്ടും. അപ്പൊ അത് കണ്ടു കഴിഞ്ഞാൽ മറ്റുള്ള ഒരുപാട് സമയം പോകൂലേ? ചുരുക്കി പറഞ്ഞാൽ തന്നെ ഞാനാണെങ്കിൽ ഇന്നൊന്ന് തീർക്കാം. നമ്മുടെ ക്ലാസ് കുറച്ച് മിസ്സായാലാണ് ഞാൻ ഒപ്പത്തിനൊപ്പം ആകാനായിട്ട് ഇത്തിരി ഇതായിട്ട് നിൽക്കുകയായിരുന്നു. അതായത് ഇന്ന് ക്വസ്റ്റ്യൻസ് തരണം, 2 ടോപ്പിക് കൂടെ തീർക്കണം. എനിവേ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നോക്കാം. ക്ലാസ് കേട്ട് നോക്ക്, എന്റെ ക്ലാസ് ഒന്ന് കേട്ട് നോക്ക്. എന്നിട്ട് നമുക്ക് എന്തെങ്കിലും ചെറിയ ഡൗട്ടുകൾ ഇപ്പൊ ലാസ്റ്റ് ടൈമിൽ തരാറുണ്ടല്ലോ, അങ്ങനെ നോക്കിയിട്ട് നമുക്ക് നോക്കിയാ പോരെ? ഓക്കെ മാം. അപ്പൊ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അതായത് ഞാൻ പറഞ്ഞില്ലേ, എപ്പോഴും നമ്മളെ ഏൽപ്പിച്ചേക്കുന്ന കുറച്ച് പോർഷൻസ് ഉണ്ട്. അതിങ്ങനെ 6 മന്തിന്റെ കോഴ്സ് ആവുമ്പോ ഇത്രയും മന്തിനുള്ളില് ഈ 2 പീരീഡ് അതായത് ഫസ്റ്റ് സെക്കൻഡ് മൊഡ്യൂൾ തീർക്കണമെന്ന് നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങള് ആ ടൈം അഡ്ജസ്റ്റ് ചെയ്താണ് നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നത്. മിനിമം 2 പേജെങ്കിലും തീർത്ത് ക്വസ്റ്റ്യൻസും ഇതിൽ കൂടെ തന്നിട്ട് പോകാനാണ് ഞങ്ങളുടെ പ്ലാൻ. അപ്പൊ അത് പരമാവധി അതുകൊണ്ടാണ് ഒത്തിരി കാര്യങ്ങൾ പറയുന്നത്. അല്ല നമ്മുടെ മറ്റു ക്ലാസ്സൊക്കെ ആണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഇതൊക്കെ ഒന്ന് കവർ ചെയ്ത് പോയാൽ ചുരുക്കി ആദ്യം തന്നെ ക്ലാസ് എടുത്ത് കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിച്ച് അങ്ങനെ ക്ലാസ് എടുക്കാനാണ് നല്ലത്. പക്ഷെ സാഹചര്യം ഇങ്ങനത്തെ ആയതുകൊണ്ടാണ്, കുറച്ച് മൊഡ്യൂൾസ് ഉള്ളത് കൊണ്ടും 6 മന്തിനുള്ളിൽ തീർക്കേണ്ടത് കൊണ്ടുമാണ് നമ്മളിങ്ങനെ എടുക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. എക്യുപ്മെന്റ്സ്, ഡ്രഗ്സ് ആൻഡ് മോണിറ്ററിംഗ് ആണ് ഇനിയിപ്പോ എടുക്കുന്ന ഭാഗം അല്ലെ? ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനുള്ളത് എക്യുപ്മെന്റ്, ഡ്രഗ്സ് ആൻഡ് മോണിറ്ററിംഗ്. നമ്മൾ നേരത്തെ കണ്ടു. ഓൾഡ് ചാപ്റ്ററില് 10 ക്വസ്റ്റ്യൻസ് അത്യാവശ്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ അല്ലേ? ക്ലാസ്സിൽ പല ദിവസങ്ങളായിട്ട് നിങ്ങൾക്ക് എടുത്ത് തന്നായിരുന്നു. 3 ക്വസ്റ്റ്യൻ ഒക്കെ വെച്ചിട്ടൊക്കെയാണ് തന്നത്. എന്തായാലും 10 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തന്നു. ഇനി 9 ഉള്ളൂന്നാണ് പറയുന്നത്. എവിടെയെങ്കിലും മിസ്സിംഗ് വന്നിട്ടുണ്ടോ? എല്ലാവർക്കും 9 തന്നെ ഉള്ളോ? അതെ. എന്തായാലും നോക്കട്ടെ, ഞാൻ മിസ്സിംഗ് ആയി പോയതായിരിക്കും. എനിവേ ഇന്നത്തെ ക്ലാസ്സിലുള്ളത് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളൂ. ഈ നോട്ടില് നോക്കാം ഏതാണ് വിട്ടുപോയെന്ന് അറിയില്ല. എന്തെങ്കിലും പറഞ്ഞ് മിസ്സായി പോയതായിരിക്കും. പരമാവധി ഞാൻ 10 ക്വസ്റ്റ്യൻസ് വെച്ച് തന്നെ ആഗ്രഹിക്കാം. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് എക്യുപ്മെന്റ്സ്, ഡ്രഗ്സ് ആൻഡ് മോണിറ്ററിംഗ് ആണ്. അതായത് നമ്മൾ നേരത്തെ കണ്ടു ട്രാൻസ്ഫർ ഓഫ് പേഷ്യന്റിന്റെ ഭാഗങ്ങളൊക്കെ അത്യാവശ്യം പഠിച്ചു. അതായത് ഒരു ഹോസ്പിറ്റൽ മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് നമ്മൾ പോകുമ്പോൾ ക്രിട്ടിക്കൽ സ്റ്റേജ് ആവുമ്പോൾ എന്താ മോഡ് ഓഫ് ട്രാൻസ്ഫർ കൊണ്ടുപോകുമ്പോൾ എന്തൊക്കെ കാര്യം ശ്രദ്ധിക്കണം, എന്തെങ്കിലും സ്റ്റാഫ് സ്പെഷ്യലൈസ്ഡ് സ്റ്റാഫുകളെയോ ഡോക്ടേഴ്സിനെയോ കമ്പനി ചെയ്യേണ്ടതുണ്ടെങ്കിൽ അവരെ കൂട്ടണം. കുറെ ആംബുലൻസിൽ കുറച്ച് എക്യുപ്മെന്റ്സ് വേണം എന്നുള്ള കാര്യം നമ്മൾ നേരത്തെ കണ്ടു. ഇനി വേറൊരു കാര്യം ഉള്ളപ്പോൾ പറയാനുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞു, അതായത് ആംബുലൻസിന്റെ ചാപ്റ്റർ നിങ്ങൾക്ക് PDF ഉണ്ട്, അതിൽ കൂടുതൽ ഡിസ്കസ് ചെയ്ത് പഠിക്കുമെന്ന് പറഞ്ഞു. ഇത് മാത്രം തന്നെ എക്യുപ്മെന്റ്സിന്റെ ഈ ഹോസ്പിറ്റലിൽ നിന്ന് മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുമ്പോഴും അല്ലെങ്കിൽ ഹോസ്പിറ്റലില് വിവിധ ചികിത്സകൾക്ക് വേണ്ടിയിട്ട് കുറെ എക്യുപ്മെന്റ്സുകൾ ആവശ്യമുണ്ട് അല്ലെ? ഈ എക്യുപ്മെന്റ്സിന്റെ അതുകൊണ്ട് തന്നെ ഒരു വലിയൊരു ടോപ്പിക് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. എക്യുപ്മെന്റ്സിന്റെ പാഠം തന്നെ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അപ്പൊ ഇതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ അതിൽ വീണ്ടും വിവരിക്കും. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ജസ്റ്റ് ഒന്ന് നിങ്ങൾ ക്യാച്ച് ചെയ്ത് പോവുക. ഒപ്പം നിങ്ങൾ ആ ക്ലാസ് കൂടി കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് പഠിക്കാനായിട്ട് സാധിക്കും. അപ്പൊ എക്യുപ്മെന്റ്സ്, ഡ്രഗ്സ് ആൻഡ് മോണിറ്ററിംഗ് എന്ന് പറയുന്നത് നമ്മൾ ഓരോ ഹോസ്പിറ്റലിലും മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറെ ഉപകരണങ്ങളുടെ കാര്യങ്ങളും അതേപോലെ തന്നെ മരുന്നുകളുടെ കാര്യങ്ങളും ഇതിൽ മോണിറ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ വിലയിരുത്തേണ്ടതുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങളെ കുറിച്ച് പറയുന്നതാണ്.
A proper inspection with the provision of all life-saving drugs is compulsory for transfer of all patients with a level 1, 2, and 3 critical care needs. നമ്മൾ നേരത്തെ കണ്ടു അല്ലെ, മുകളിൽ കണ്ടു 1, 2, 3 ലെവലാണ്. ചില ഓർഗൻസുകൾ, ഒരു ഓർഗൻസ് ചിലപ്പോൾ 1, 2 ഓർഗൻസ് ഒക്കെ വരുമ്പോ ഫെയിലിയർ ആയിട്ട് വരുമ്പോ ആ കാര്യങ്ങൾ മോണിറ്റർ ചെയ്യാനായിട്ട് കുറച്ച് മെഷീൻസും കൂടി കീപ്പ് ചെയ്യേണ്ടതൊക്കെ ആയിട്ട് വരുമെന്ന് പറഞ്ഞു. അതെന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്? ഈ അല്ലെങ്കിൽ സേവിങ് ഡ്രഗ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അതിനനുസരിച്ചിട്ടുള്ള മെഡിസിൻസ് ഒക്കെ കൊടുക്കേണ്ടതുണ്ട്. കമ്പൽസറി ആയിട്ട് നമ്മളത് കൊടുത്താൽ മാത്രമേ ഈ രോഗി മറ്റൊരു പ്ലേസിലേക്ക് എത്തുന്നവരെ ഈ രോഗി സേഫ് ആയിരിക്കുള്ളൂ അല്ലെ. അതാണ് പറയുന്നത്. എ പ്രോപ്പർ ഇൻസ്പെക്ഷൻ വിത്ത് ദ പ്രൊവിഷൻ ഓഫ് ഓൾ ലൈഫ് സേവിംഗ് ഡ്രഗ്സ് ഈസ് കമ്പൽസറി ഫോർ ട്രാൻസ്ഫർ ഓഫ് ഓൾ പേഷ്യൻസ് വിത്ത് ലെവൽ 1, 2 and critical care needs. The transfer ambulance should be prepared with all the drugs and devices needed for airway operation, oxygenation, ventilation, hemodynamic monitoring and resuscitation. അതായത് നമ്മളുടെ വ്യക്തി ആ പേഷ്യന്റിന്റെ റെസിസിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുനർജീവനം. അതായത് ആ വ്യക്തി ഡൗൺ ആയി പോകരുത് അല്ലെ. പേഷ്യന്റ് നമ്മൾക്ക് ഈ ട്രാൻസ്ഫർ ചെയ്യുന്ന ടൈമില് ഡൗൺ ആയി പോവാതെ ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ടും അവിടം വരെ എത്തുന്നവരേക്കും പേഷ്യന്റിന് കൊടുക്കേണ്ട ആ മെഡിസിൻസ് എല്ലാം അല്ലെങ്കിൽ എന്തെങ്കിലും ഡിവൈസ് വഴി നോക്കി കണ്ടുപിടിച്ച് കൊടുക്കേണ്ടതായ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് ശ്രദ്ധിച്ചിരിക്കണം. അതാണ് പറയുന്നത്. ഓക്സിജൻ അവർക്ക് ആവശ്യമായ ചിലപ്പോൾ ഓക്സിജൻ ആയിരിക്കും ആവശ്യം, ചിലപ്പോൾ വെന്റിലേഷൻ സൗകര്യം വേണ്ടിയായിരിക്കും, ചിലപ്പോൾ ഹെമോഡൈനാമിക് മോണിറ്റർ അവരുടെ എന്താ പറയുക അവരുടെ ഇടിപ്പും അല്ലെങ്കിൽ രക്തയോട്ടവും ഇതെല്ലാം കൺട്രോളബിൾ ആണോ എന്ന് മോണിറ്റർ ചെയ്ത് നിരീക്ഷിച്ചുകൊണ്ടിരിക്കേണ്ടത് വരും. ഇത്തരം കാര്യങ്ങളെല്ലാം ആ വ്യക്തിക്ക് പുനർജീവൻ, അതായത് നഷ്ടപ്പെട്ടു പോവാതെ ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ട് ഉള്ള കാര്യങ്ങളെല്ലാം ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തണം. ഓൾ ദ ഇൻസ്പെക്ഷൻ, അതായത് അത് നിരീക്ഷിക്കണമെന്നാണ് പറയുന്നത്. ഓൾ ദ ഇൻസ്പെക്ഷൻ നീഡ് ടു ബി confirmed before the beginning of a transfer together with the starting of a infusion drugs. The drugs required for patient transfer involve muscle relaxants, sedative, analgesics, intravenous and resuscitation drugs. അതായത് ഇതിൽ പറയുന്നത് നമുക്കറിയാം, പേഷ്യന്റ് ചിലപ്പോൾ ഭയങ്കര വയലന്റ് ആയിട്ടുള്ള പേഷ്യന്റിന് നമുക്ക് പറ്റി ശ്രദ്ധിക്ക് കൊണ്ടുപോകേണ്ടി വരും. അപ്പൊ അവരൊക്കെ എന്താണ് സെഡേറ്റീവ് എന്തെങ്കിലും മയക്കി കിടത്തേണ്ട ആ ഒരു ഇത് വരും. ചിലപ്പോൾ ഭയങ്കര പെയിൻ ആയിരിക്കും, അവർക്ക് പെയിൻ സാക്രിഫൈ ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പൊ അവർക്കൊക്കെ എന്ത് കൊടുക്കും? അനാൽജസിസ് എന്നൊക്കെ പറഞ്ഞാൽ വേദന സംഹാരികൾ കൊടുക്കേണ്ടി വരും. അല്ലെങ്കിൽ മസിൽസിന്റെ പ്രോബ്ലം ആണെങ്കിൽ അത് റിലാക്സ് ചെയ്യാനുള്ളത് എന്തെങ്കിലും കൊടുക്കേണ്ടി വരും. എന്താണെങ്കിലും എന്തെങ്കിലും റിസസിറ്റേഷൻ അവർക്ക് പുനർജീവനവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാലും അതെല്ലാം മസിലുകളുടെ ഉത്തേജനം തന്നെയാണ് ഇവിടെ എന്ന് പറയുന്ന കാര്യങ്ങൾ. അതായത് മസിലുകളുടെ ഉത്തേജനത്തിന് ആവശ്യമായ മെഡിസിൻസ്. അപ്പൊ ഇത്തരത്തിലുള്ള ഡ്രഗ്സുകൾ, ഇത്തരത്തിലുള്ള മെഡിസിൻസ് എല്ലാം എന്താണ് ഈ ആംബുലൻസിൽ കീപ്പ് ചെയ്യണം. അത് നിരീക്ഷിച്ചുകൊണ്ട് അവരനുസരിച്ച് കൊടുക്കണം. ഇപ്പൊ ചിലപ്പോ എന്താ പറയുക, കരൾസ് വഴി നമ്മുടെ ഞരമ്പിലൂടെ ഇഞ്ചക്ട് ചെയ്ത് കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ ട്രിപ്പിലൂടെ ഒക്കെ കൊടുക്കുമായിരിക്കും. അപ്പൊ അത് തീരുകയും അങ്ങനെയൊക്കെ വരുന്ന ടൈമില് ഈ രോഗി പെട്ടെന്ന് എന്താണ് അവരുടെ ഓർമ്മ തിരിച്ചെടുക്കുകയും അതോട് പ്രതികരിക്കുകയും ചെയ്തു. അപ്പൊ അങ്ങനെ ആവാതിരിക്കാൻ എന്ത് ചെയ്യണം? ഈ രോഗിക്ക് അതനുസരിച്ച് അത് നിരീക്ഷിച്ചിട്ട് മെഡിസിൻ തീരുന്ന അതനുസരിച്ച് മെഡിസിൻ കൊടുക്കാനായിട്ട് പ്രാപ്തരായിരിക്കണം എന്നാണ് പറയുന്നത്. ഓൾ ഇൻസ്പെക്ഷൻ, എപ്പോഴും ഇൻസ്പെക്ഷൻ നടന്നുകൊണ്ടിരിക്കണം. Then some of these drugs may be needed to be prepared in pre-filled syringes before the transfer. ചില മെഡിസിൻസ് നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി പെട്ടെന്ന് ഇമോഷണൽ ആവും അല്ലെ. ആ മെഡിസിന്റെ ആ ഒരു ഇത് കഴിയുമ്പോൾ തന്നെ ചിലപ്പോൾ റിക്കവർ ആവും. അവര് പെട്ടെന്ന് ഇതിൽ നിന്ന് മോചനം നേടും. അതായത് വേദനയൊക്കെ വരും, ചിലപ്പോൾ ഭയങ്കരമായിട്ട് ഇമോഷണൽ ആവുന്ന പേഷ്യൻസ് ഒക്കെ ഒരു വയലന്റ് ആവും. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം? സം ഡ്രഗ്സ് മേ ബി നീഡഡ് ടു പ്രിപ്പയർഡ് ഇൻ പ്രീ-ഫിൽഡ് സിറിഞ്ചസ്. ഇതില് ചിലപ്പോ ഫില്ല് ചെയ്ത് വെക്കേണ്ടതായിട്ട് വരും. അത് അവര് ആ റിയാക്ഷൻ അനുസരിച്ചിട്ടാണ് അവരെന്ത് ചെയ്യുക, ഇഞ്ചക്ട് ചെയ്യുകയോ അല്ലെങ്കിൽ കനാൽസിലൂടെ ഒക്കെ കൊടുക്കുകയൊക്കെ ചെയ്യേണ്ടത്. അപ്പൊ ഇതെല്ലാം എന്താ നമ്മള് ആംബുലൻസിൽ സൗകര്യം ചെയ്തിരിക്കണം എന്നാണ് പറയുന്നത്. The minimal standard of inspection suggested for patient transfer include unreputed electrocardiogram inspection, non-invasive blood pressure, oxygen saturation and temperature. അതായത് നമ്മൾ രോഗിയെ കൊണ്ടുപോകുന്നതോടൊപ്പം തന്നെ എന്തെങ്കിലും ഇലക്ട്രോണിക് ആയിട്ടുള്ള ഉപകരണങ്ങൾ യൂസ് ചെയ്യേണ്ടതൊക്കെ ഉണ്ടെങ്കിൽ അതൊന്നും തടസ്സം നേരിടാതെ, അതാണ് അൺഇൻട്രപ്യൂട്ടഡ്. ഒരിക്കലും അതിനൊന്നും തടസ്സങ്ങളൊന്നും നേരിടാൻ പാടില്ല. നോൺ ഇൻവാസീവ് ബ്ലഡ് പ്രഷർ, അതായത് ബ്ലഡ് പ്രഷർ ഒന്നും ഒരിക്കലും
ഹൈ ആയി പോകാനും ഭയങ്കര ഡൗൺ ആയി പോകാനൊന്നും പോകാൻ പാടില്ല. അക്രമാസക്തമായ രീതിയിൽ കൂടാനോ കുറയാനോ ഒന്നും പാടില്ല. ഓക്സിജന്റെ ആണെങ്കിലും അല്ലെ, ഓക്സിജൻ എടുക്കുന്നത്, ഓക്സിജൻ വലിച്ചെടുക്കുന്നത്, കാർബൺ ഡയോക്സൈഡ് ഒക്കെ പുറന്തള്ളുന്നതുമായ ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തുന്ന മെഷീൻസും ഇതൊക്കെ ഉണ്ടെങ്കിൽ അതനുസരിച്ചുള്ള കൃത്യമായ വേരിയേഷൻ മനസ്സിലാക്കി ഐഡന്റിഫൈ ചെയ്ത് എന്തൊക്കെ കൊടുക്കേണ്ടതുണ്ടെങ്കിൽ അതൊക്കെ കൊടുക്കാനായിട്ട് പ്രാപ്തരായിരിക്കും. ടെമ്പറേച്ചർ ആണെങ്കിൽ ഇപ്പൊ പെട്ടെന്ന് പനി കൂടുകയോ പെട്ടെന്ന് ഫിക്സ് വരികയോ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല ഈ രോഗിയെ ട്രാൻസ്ഫർ ചെയ്യുന്ന ടൈമിൽ. അപ്പൊ അതെല്ലാം എന്താണ് ശ്രദ്ധിച്ചുകൊണ്ടേ ഇരിക്കണം. The non-invasive blood pressure may be notably affected by the motion artifacts, so it may be cautious to use the invasive blood pressure inspection is selected subset of patients. അതായത് നമ്മള് ഷിഫ്റ്റ് ചെയ്യുന്ന ടൈം, മോഷൻ എന്ന് പറയുമ്പോൾ ആ ഒരു ചലനം നമ്മളെ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോ വാഹനത്തിലൂടെ ആയിരിക്കും, ചിലപ്പോ എന്താ പറയുക എയർ വഴി അല്ലെ, എയറോപ്ലെയിനോ ഹെലികോപ്റ്റർ എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ചിട്ടായിരിക്കും. എന്ത് വഴി ഷിഫ്റ്റ് ചെയ്യുമ്പോഴും ഇവർക്ക് എന്താണ് ഈ പ്രഷറുകൾക്കൊക്കെ വേരിയേഷൻ സംഭവിക്കാം. ചിലപ്പോൾ പ്രഷർ ഹൈ ആവുകയും ചിലപ്പോൾ ഡൗൺ ആയി പോവുകയും ഒക്കെ ചെയ്യാം. ഇതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം, ഇൻസ്പെക്ഷൻ നടത്തിക്കൊണ്ടിരിക്കണം എന്നുള്ളതാണ് ഇവിടെ എടുത്തു പറയുന്നത്. അതായത് രോഗിയെ നമ്മൾ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ മതിയായ സജ്ജീകരണങ്ങൾ വേണം എന്നുള്ളതാണ് മെയിനായിട്ട്. അവരുടെ ഹെൽത്ത് കെയറിന് പ്രൊട്ടക്ഷൻ വേണം അല്ലെ, അത് എപ്പോഴും മതിയായ രീതിയിൽ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തണം എന്നാണ് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. ഇൻ കേസ് ഇങ്ങനെയൊക്കെ സാധ്യതയുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതായത് നമ്മൾ കൊണ്ടുപോകുന്ന ടൈമിൽ മോഷനായിട്ട് ചലനങ്ങൾ വഴി ഇവർക്ക് പ്രഷറിന്റെ വേരിയേഷൻ ഒക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ അതെല്ലാം ഇൻസ്പെക്ട് ചെയ്ത് നിരീക്ഷിച്ചിട്ട് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ചെയ്യണം. All the inspection equipment should be secured accurately and should be placed at below the level of the patient for uninterrupted inspection. അതായത് തടസ്സം നേരിടാത്ത തക്കവിധത്തിലുള്ള നിരീക്ഷണത്തിന് വിധേയമാകുന്ന രീതിയിൽ എല്ലാ എക്യുപ്മെന്റ്സുകളെല്ലാം കൃത്യമായിട്ട് യൂസ് ചെയ്യും. ചിലപ്പോ അതിന്റെ അവരവരുടെ പ്ലേസിൽ അല്ലെങ്കിൽ അതിന്റെ കീഴിൽ തന്നെ എന്താണ് സൂക്ഷിച്ചിരിക്കണം. The electrical device must be functional on battery power with the provision of extra battery during the transfer. നമുക്കറിയാം മിക്കവാറും ഇലക്ട്രിക് സാധനങ്ങളെല്ലാം യൂസ് ചെയ്യുന്നതാണ് എന്തെങ്കിലും ബാറ്ററി കൊണ്ടാണ് പ്രവർത്തിപ്പിക്കുക അല്ലെ. ആ ബാറ്ററിക്ക് ചിലപ്പോൾ തീർന്നു പോവുകയാണെങ്കിൽ അവർക്ക് അത് ഇൻസ്പെക്ഷൻ നടത്താൻ പറ്റില്ല അല്ലെ, ആ വേരിയേഷൻ അവർക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റില്ല. അങ്ങനെ വരുമ്പോൾ എന്താണ് ചില എക്സ്ട്രാ ബാറ്ററികൾ കൂടി കീപ്പ് ചെയ്യേണ്ടത്. ഇപ്പൊ ഓക്സിമീറ്ററിലൊക്കെ ചെറിയൊരു മെഷീനാണ് അല്ലെ, അത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു വിരലിൽ വെച്ചാണ് അത് നോക്കുന്നത്. ആ ഓക്സിമീറ്ററിലൊരു ചെറിയ ബാറ്ററിയുടെ ആവശ്യകതയുള്ളൂ. പക്ഷേ ആ ബാറ്ററി എന്താണ് അതിന്റെ പവർ ലോ ആയി പോയി കഴിഞ്ഞാൽ നടക്കുമോ, അതിന് ഇൻസ്പെക്ഷൻ നടക്കില്ല. അപ്പൊ എന്തെങ്കിലും ബാറ്ററിയും കൂടിയും എന്തെങ്കിലും എക്സ്ട്രാ ബാറ്ററീസ് ഒക്കെ കരുതിയിട്ടുണ്ടാവണം. Then patients on a ventilator must be shifted on a portable transport ventilators with the provision of a display of alarms associated with the tidal volume, airway pressure, inspiratory expiratory ratio, inspired oxygen fraction and respiratory rate. അതായത് ഇതിലെന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം അല്ലെ, നമ്മളെ ഓപ്പറേഷൻ തിയേറ്ററിലൊക്കെ കയറ്റി കഴിയുമ്പോൾ ചില വേരിയേഷൻസ് സൗണ്ടുകളൊക്കെ കാണിച്ചുകൊണ്ടിരിക്കും അല്ലെ. അത് ഇങ്ങനെ ഫോണിനനുസരിച്ച് ക്ലിക്ക് പറഞ്ഞ അലാം യൂസ് ചെയ്തിട്ടുള്ള സൗണ്ടുകൾ ചിലപ്പോൾ ഡൗൺ ആയി പോവുകയാണെങ്കിൽ അലാറം പെട്ടെന്ന് ഭയങ്കര സ്പീഡിൽ ഇത് ചെയ്യും. അപ്പൊ അതനുസരിച്ചാണ് എന്താണ് ഡോക്ടേഴ്സ് നഴ്സുമാരും പ്രിപ്പറേഷൻസ് ഒക്കെ എടുക്കുന്നത്. അപ്പൊ ഇതുമാതിരി തന്നെ പറയാണ് എന്ത്, വെന്റിലേറ്റർ മസ്റ്റ് ബി പോർട്ടബിൾ ട്രാൻസ്പോർട്ട് വെന്റിലേറ്റേഴ്സ് വിത്ത് പ്രൊവിഷൻ ഓഫ് ഡിസ്പ്ലേ അലാം അസോസിയേറ്റഡ് വിത്ത് ടൈഡൽ വോളിയം. ഒരു നിശ്ചിത അളവിലുള്ള വോളിയത്തിലൂടെ ആയിരിക്കണം ഈ അലാറൊക്കെ സെറ്റ് ചെയ്തിരിക്കണം. എന്തിനു വേണ്ടിയിട്ട്, ഈ വ്യക്തിയുടെ എക്സ്പിറേറ്ററി റേഷ്യോ എന്നൊക്കെ വെച്ചെന്നിട്ടാ എക്സ്പിറേറ്ററി എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരീരത്തിനുള്ളിലേക്ക് വെച്ചെടുക്കുന്ന വായുവിലെ ഓക്സിജന്റെ അളവ്. എക്സ്പിറേറ്ററി എന്ന് വെച്ചാൽ പുറത്തേക്ക് പുറന്തള്ളുന്ന കാർബൺ ഡയോക്സൈഡിന്റെ അളവെന്നൊക്കെ പറയുന്ന റേഷ്യോകള് അതെല്ലാം കൃത്യമായി ഇൻസ്പയർഡ് ഓക്സിജൻ ഫ്രാക്ഷൻ ആൻഡ് റെസ്പിറേറ്ററി റേറ്റ്, അതായത് ഇൻസ്പിറേറ്ററിയും എക്സ്പിറേറ്ററി റേഷ്യോന്റെ കൂടെയുള്ള ഒരു റേറ്റ് ആണ് എന്ത്, റെസ്പിറേറ്ററി റേറ്റ്. അത് കൃത്യമായിരിക്കും അല്ലെ, എടുക്കുന്ന ഓക്സിജന്റെ അളവും പുറന്തള്ളുന്ന കാർബൺ ഡയോക്സൈഡിന്റെ അളവും ഒക്കെ കൃത്യമായിട്ട് ഈക്വലൈസ് ചെയ്തിട്ടുള്ള ഒരു റേറ്റ് ഉണ്ട്. അതാണ് എന്ത്, റെസ്പിറേറ്ററി റേറ്റ് എന്ന് പറയുന്നത്. അതെല്ലാം കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് അലാം വെച്ചിട്ടുള്ള എന്തെങ്കിലും ഇതുകളെല്ലാം ഡിസ്പ്ലേ ചെയ്തിട്ടുള്ള എന്തെങ്കിലും യൂസേജ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. അതിനുള്ള പ്രൊവിഷൻ എന്ത് നമ്മൾ കൊണ്ടുപോകുന്ന ഈ പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യുന്ന ഇതിലും ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്.
മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക് എടുക്കുന്നത്? അതായത് ക്ലിയർ ആയി പോലെ തന്നെ കാര്യങ്ങളാണ് പറയുന്നത്. പേഷ്യന്റിന്റെ എപ്പോഴും നമ്മൾ അവർക്ക് കെയർ കൊടുക്കണം. അതിന് എക്യുപ്മെന്റ്സ് ആണെങ്കിലും മെഡിസിൻസ് ആണെങ്കിലും മോണിറ്റർ ചെയ്യുന്ന സംവിധാനങ്ങളാണെങ്കിലും അല്ലെങ്കിൽ ബാറ്ററി ആണെങ്കിലും അതും എന്താണെങ്കിലും അവരെ പേഷ്യന്റിനെ എപ്പോഴും കെയർ ചെയ്യുന്ന കുറെ കാര്യങ്ങൾ നോട്ട് ചെയ്തിരിക്കണം എന്നാണ് ഇതില് ലാസ്റ്റ് ഇതിൽ പറയുന്നത്, എക്യുപ്മെന്റ് ഡ്രഗ്സ് ആൻഡ് മോണിറ്ററിംഗില് പറയുന്നത്. ഓക്കെ ആണോ? ക്ലിയർ ആയില്ലേ? ക്ലിയർ ആയില്ലേ? കണ്ടിന്യൂ ചെയ്തോട്ടെ. ആരെങ്കിലും റെസ്പോണ്ട് ചെയ്യോ? ലാസ്റ്റ് പോയിന്റ് റിപ്പീറ്റ് ചെയ്യാൻ പറയുന്നു. പേഷ്യൻസ് ഓൺ വെന്റിലേറ്റർ must be shifted on a portable transport ventilators with the provision of a display of alarm associated with the tidal or volume. അതായത് ഒരു നിശ്ചിത വോളിയത്തോട് കൂടിയിട്ടുള്ള അലാം. നമ്മുടെ ആംബുലൻസിന്റെ ആ സംഭവമല്ല ഉദ്ദേശിച്ചത്, ആ വോളിയം എല്ലാം ഉദ്ദേശിച്ചത് ഈ പേഷ്യന്റിനെ മോണിറ്റർ ചെയ്യുന്ന സാധനങ്ങളില്, മോണിറ്റർ ചെയ്യുന്ന ഡിവൈസുകളില് ഒരു നിശ്ചിത അലാറം സെറ്റ് ചെയ്യണം. ഇതിനു വേണ്ടിയിട്ടാണ് ഇപ്പൊ എക്സ്പ്രേ, അതായത് ക്രിട്ടിക്കൽ സ്റ്റേജ് നമുക്കറിയാം പേഷ്യന്റ് പലതരത്തിലാണ് ഷിഫ്റ്റ് ചെയ്യുന്നത്. ചില പേഷ്യൻസിന് ഒന്നും വേണ്ട, ഇങ്ങനെയുള്ള എക്യുപ്മെന്റ്സുകൾ ഒന്നും ഇല്ലാതെ തന്നെ ഷിഫ്റ്റ് ചെയ്യും. പക്ഷെ പേഷ്യന്റിന്റെ സ്വഭാവം അനുസരിച്ച് ഭയങ്കര ക്രിട്ടിക്കൽ പ്രോബ്ലം ഉള്ള പേഷ്യന്റ് ആണെങ്കിൽ എന്താണ്, ഒരു ടൈഡിയൽ വോളിയത്തിൽ തന്നെ നമുക്ക് മുന്നറിയിപ്പ് തരാത്തക്ക വിധത്തില്, അതായത് അവരുടെ ഓക്സിജൻ വലിച്ചെടുക്കുകയും കാർബൺ ഡയോക്സൈഡ് പുറന്തള്ളുന്നതുമായി ചെയ്യപ്പെടുന്ന റേറ്റ് അനുസരിച്ച് അലാറം സെറ്റ് ചെയ്യണമെന്നാണ് പറയുന്നത്. അതായത് അത് പ്രശ്നമാണെങ്കിൽ അത് എന്ത് ചെയ്യണം, പെട്ടെന്ന് നമുക്ക് ആക്ട് ചെയ്യാൻ പറ്റും. അതാണ് പറയുന്നത്. നമുക്ക് ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്ത് മറ്റു ഹോസ്പിറ്റലിലേക്ക് എത്തുന്നവരെ ഈ രോഗിയുടെ രോഗാവസ്ഥ കണ്ടുപിടിക്കുന്നത് ഈ എക്യുപ്മെന്റ്സ് കൊണ്ടോ അല്ലെങ്കിൽ ആ രോഗിയുടെ റിയാക്ഷൻ കൊണ്ടൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അപ്പൊ ഈ എക്യുപ്മെന്റ്സിൽ ഇത്തരത്തിലുള്ള സംവിധാനം ഉണ്ടെങ്കിൽ എന്താണ്, പെട്ടെന്ന് തന്നെ ഈ രോഗിയെ നമുക്ക് പരിചരിക്കാനായിട്ട് സാധിക്കും. അതാണ് അവർ പറയുന്നത്. അത് അങ്ങനെയുള്ള ആവശ്യമുള്ള രോഗിയാണെങ്കിൽ മസ്റ്റ് ബി ആവശ്യം, അത് അങ്ങനത്തെ ആവശ്യമുള്ള വ്യക്തിയാണെങ്കിൽ മാത്രം അത് യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. ക്ലിയർ ആയോ? അപ്പോ നമ്മുടെ ലാസ്റ്റ് ടോപ്പിക്കിലേക്ക് വരെയാണ്. എന്താണ് സ്പെഷ്യൽ കൺസിഡറേഷൻ? എന്താണ് സ്പെഷ്യൽ കൺസിഡറേഷൻ എന്ന് നോക്കാം. If the patient requires an ambulance to take him to another facility, make arrangements for transportation with the social service administration. Make sure that the necessary equipment is gathered to provide care in the course of transport. അതായത് നമുക്കറിയാം, ഇപ്പൊ വെഹിക്കിൾസിലൂടെ ഇപ്പൊ ചില പ്രത്യേക സിറ്റുവേഷൻസ് ഇപ്പൊ നമുക്കറിയാം ദുരന്തം സംഭവിക്കുകയാണ്. അപ്പം കൃത്യമായിട്ടുള്ള ഹോസ്പിറ്റലിലെ ആംബുലൻസ് തന്നെയല്ല യൂസ് ചെയ്യുന്നത്, അല്ലാതെ വേറെ രീതിയിലുള്ള സംവിധാനങ്ങൾ എന്തെങ്കിലും സോഷ്യൽ സർവീസുകളുടെ ഒക്കെ സഹായത്തോടു കൂടിയിട്ട് ഈ രോഗികളെ മറ്റു ഹോസ്പിറ്റലിലേക്ക് എത്തിക്കേണ്ടതായിട്ട് വരും. കാരണം അത്രയും പെടുത്ത് രോഗികളും മറ്റു കൂടുതൽ ചികിത്സ കിട്ടുന്ന രീതിയിൽ മറ്റു സ്ഥലങ്ങളിലേക്ക് എത്തിക്കേണ്ടതുമായിട്ട് വരും. അപ്പൊ അങ്ങനെയൊക്കെ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്തും അങ്ങനെയൊക്കെ ഒരു വാഹനം വേറെ സ്പെഷ്യലൈസ്ഡ് വെഹിക്കിൾ ഉപയോഗിച്ചിട്ടാണ് ഷിഫ്റ്റ് ചെയ്യുന്നതെങ്കിലും അതിലും കുറച്ച് കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതാണ് താഴെ പറയുന്നത്. ഡോക്യുമെന്റേഷൻ നോക്കാം. The authentication of a patient transfer is most significant but often missed as part of transfer. ഇത് ഒരു ആധികാരികമായ ഒരു കാര്യമാണ് അല്ലെ. നമ്മൾ ആ സമയത്ത് നമ്മളോട് പറയും ഇത് നമ്മൾ യൂസ് ചെയ്യാനുള്ള ഒരു അധികാരത്തോട് കൂടിയിട്ട് നമുക്ക് തരുന്ന ഒരു ഓപ്ഷനാണ്. അത് നമ്മൾ യൂസ് ചെയ്യാവുന്നതാണ്. The authentication should always be obvious at all stages of ട്രാൻസ്ഫർ. നമ്മൾ പറയുകയാണ് ഇതെന്താണ്, ഏറ്റവും വ്യക്തമായ രീതിയിൽ ആണ് ഈ വ്യക്തിയെ ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. അതായത് ആ വ്യക്തിക്ക് എന്താണ് പ്രോബ്ലംസ് എന്നൊക്കെ നമുക്ക് പെട്ടെന്ന് നോട്ട് ചെയ്യാനൊന്നും സാധിക്കില്ല. ഇൻ കേസ് ഷുഡ് ബി ഒബീവിയസ് എന്ന് പറയുന്നത് വ്യക്തമായ സ്റ്റേജുകളോട് കൂടിയിട്ട് മാത്രമേ ഈ വ്യക്തിയെ ഷിഫ്റ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ ആ ഒരു വെഹിക്കിൾ വന്നാൽ തന്നെ അത് പ്രിഫർ ചെയ്യണമെങ്കിൽ അത് സ്പെഷ്യലൈസ്ഡ് വെഹിക്കിൾ ആണോ എന്ന് കെയർ ചെയ്തിട്ട് മാത്രമേ ഈ വ്യക്തിയെ അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. സിൻസ് ഇറ്റ് വാസ് ദ ഓൺലി ലീഗൽ റിപ്പോർട്ട് ദാറ്റ് ദ പേഷ്യന്റ് വാസ് ട്രാൻസ്ഫേർഡ്. അതായത് നമുക്ക് എന്തായാലും ഒരു നിയമപരമായ ഒരു റിപ്പോർട്ട് വേണം, ഈ വ്യക്തിയെ ഈ വെഹിക്കിളിലൂടെ കൊണ്ടുപോകുന്നുണ്ടെന്ന് ഒരു എവിഡൻസ് വേണം അല്ലെ. അതിന് വേണ്ടിയിട്ടുള്ള ഒരു ലീഗൽ റിപ്പോർട്ട് വേണം. സോ ഇറ്റ് മസ്റ്റ് കൺസിസ്റ്റ് ഓഫ് പേഷ്യൻസ് കണ്ടീഷൻ, reason to transfer names, and designation of referring and receiving clinicians, then details and status of important signs before the transfer,
ക്ലിനിക്കൽ ഈവൻസ് ഡ്യൂറിംഗ് ദ ട്രാൻസ്ഫർ ആൻഡ് ദ ട്രീറ്റ്മെന്റ് ഗിവൺ. അതായത് ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ എന്താണ്, ഒരു കാര്യമില്ലാതെ കൊണ്ടുപോകാനൊന്നും സാധിക്കുകയില്ല. അതുകൊണ്ട് എന്താണ്, ഇത് മസ്റ്റ് കൺസിസ്റ്റ്. ഇതിൽ എന്തൊക്കെ രേഖപ്പെടുത്തിയിരിക്കണം, പേഷ്യന്റിന്റെ ഇപ്പോഴത്തെ കണ്ടീഷൻ, റീസൺ, എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്, അദ്ദേഹത്തിന്റെ പേര്, ഇതൊക്കെ ചിലപ്പോൾ ഭയങ്കര ക്വിക്കായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാകുമ്പോൾ ക്വിക്കായിട്ട് തന്നെ നടന്നു പോകും. അപ്പൊ പക്ഷെ ഇതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും. ട്രാൻസ്ഫർ ചെയ്യുന്ന വ്യക്തിയുടെ പേര്, ആൻഡ് ഡെസ്റ്റിനേഷൻ ഓഫ് ഏതെങ്കിലും ഡോക്ടേഴ്സിന്റെ റെഫറോട് കൂടിയിട്ടാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ഡെസ്റ്റിനേഷൻ ഉണ്ടാവണം. റിസീവിംഗ് ക്ലിനീഷ്യൻസ് എവിടേക്കാണ് കൊണ്ടുപോകുന്നത്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഡീറ്റെയിൽസ് ആൻഡ് സ്റ്റാറ്റസ് ഓഫ് ഇമ്പോർട്ടൻറ്റ് സയൻസ് ബിഫോർ ദ ട്രാൻസ്ഫർ. ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുമ്പ് എന്തെങ്കിലും സയൻസ് ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ അതെല്ലാം നേടിയിരിക്കണം. ക്ലിനിഷ്യൽ ഈവൻസ് ഡ്യൂറിംഗ് ദ ട്രാൻസ്ഫർ ആൻഡ് ദ ട്രീറ്റ്മെന്റ് ഗിവൺ. ഇനി കൊണ്ടുപോകുന്ന ടൈമിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ ഉണ്ടോ, എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത്, ആൻഡ് ദ ട്രീറ്റ്മെന്റ് ഗിവൺ, എന്താണ് നിലവിൽ ഇപ്പൊ ട്രീറ്റ്മെന്റ് എന്തൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്, അല്ലെ, ചികിത്സകളെ എന്തൊക്കെയെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഇതില് രേഖപ്പെടുത്തിയിരിക്കണം എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പറയുന്നത് ഒരു ലീഗൽ റിപ്പോർട്ടാണെന്ന്. അത് ഒരു നിയമപരമായ ഒരു റിപ്പോർട്ടാണെന്നുള്ള കണ്ടീഷനോട് കൂടിയിട്ട് ഇന്ന കാര്യങ്ങൾ അതിൽ രേഖപ്പെടുത്തിയിരിക്കണം. Standardized testimony should be used and sustained both for intra and inter hospital transfer. അതായത് ഹോസ്പിറ്റലിന് ഉള്ളിലാണെങ്കിലും പുറത്താണെങ്കിലും വ്യക്തിയെ ഈ ഒരു പ്ലേസിലേക്ക് എടുത്തതിന് ശേഷം, അഡ്മിഷൻ എടുത്തതിന് ശേഷം ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് ഒരു സ്റ്റാൻഡർഡൈസ്ഡ് ടെസ്റ്റിമോണി എന്ന് വെച്ചാൽ ഒരു സാക്ഷ്യപത്രം, അല്ലെ, ടെസ്റ്റിമോണി എന്ന് പറയുന്നത് സാക്ഷ്യപത്രം ഉണ്ടായിരിക്കണം എന്നുള്ളത് മസ്റ്റ് ആണ്. These legal papers should be used for audit purpose for investigating the defects in the patient transfer. നമുക്കറിയാം പേഷ്യന്റിന് ചിലപ്പോൾ ഹോസ്പിറ്റലിൽ തന്നെ എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ നമുക്ക് ലീഗലായിട്ടുള്ള ഒരു ബാധക, ഇനിയിപ്പോ പേഷ്യൻസിന്റെ റിലേറ്റീവ്സിന് എന്തെങ്കിലും പ്രോബ്ലംസ് സംഭവിക്കാൻ ഇതൊരു ലീഗൽ പേപ്പർ, അതൊരു ഇത്തരം രേഖകൾ കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തിയിരിക്കുക എന്നുള്ളത് ഒരു ലീഗലായിട്ടുള്ള ഒരു എവിഡൻസ് ആണ്, നിയമപരമായിട്ടുള്ള ഒരു പേപ്പറാണ്. അതുകൊണ്ട് ഈ സാക്ഷ്യപത്രം എന്തായാലും മസ്റ്റ് ആയിട്ട് മേടിച്ചിരിക്കണം. അത് ഇപ്പൊ ഇൻട്രാ ആണെങ്കിലും, അതായത് ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ തന്നെയുള്ള ട്രാൻസ്ഫർ ആയാലും, ഇൻട്രാ ആണെങ്കിൽ പുറത്തുള്ള ട്രാൻസ്ഫർ ആയാലും, ഇന്റർ ഹോസ്പിറ്റൽ ട്രാൻസ്ഫർ, അതായത് ഉള്ളിൽ തന്നെയാണ് ട്രാൻസ്ഫർ ചെയ്യുന്നതെങ്കിലും ഇത്തരം ടെസ്റ്റിമോണി മസ്റ്റ് ആയിട്ട് മേടിച്ചിരിക്കുകയാണ്. സ്റ്റാൻഡേർഡൈസ്ഡ് ടെസ്റ്റിമോണി ഷുഡ് ബി യൂസ്ഡ് ആൻഡ് സസ്റ്റെയിൻഡ് ബോത്ത് ഇൻട്രാ ആൻഡ് ഇന്റർ ഹോസ്പിറ്റൽ ട്രാൻസ്ഫർ. There should be an official handing over at the receiving facility between the transferring team and the receiving team, who include the doctors and nurses. അതായത് നമുക്കറിയാം, നമ്മൾ നേരത്തെ കുട്ടി പറഞ്ഞതാണ്, അതായത് ഒരു ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിലേക്ക് അല്ലെങ്കിൽ മറ്റൊരു സൗകര്യത്തിലുള്ള ഇവിടേക്ക് പോകുമ്പോൾ എന്താണ് എല്ലാ കാര്യങ്ങളും രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതായത് പോകുന്ന വ്യക്തിക്കും റിസീവ് ചെയ്യുന്ന വ്യക്തിക്കും മനസ്സിലാവുന്ന രീതിയിലുള്ള കാര്യങ്ങളെല്ലാം രേഖപ്പെടുത്തിയിരിക്കണം. ചിലപ്പോൾ ഡോക്ടേഴ്സിന്റെ, നമുക്കറിയാം, നമ്മൾ നേരത്തെ മനസ്സിലാക്കിയതാണ്, ഡോക്ടേഴ്സിന്റെ തന്നെ റിപ്പോർട്ട് ഉണ്ടാവും, ഒപ്പം തന്നെ നഴ്സിന്റെ, അവരെ പരിചരിച്ച നഴ്സിന്റെ റിപ്പോർട്ട് ഉണ്ടാവും. ഇത്തരം കാര്യങ്ങളെല്ലാം ഇതിൽ ഇൻക്ലൂഡഡ് ആയിരിക്കണം. The different report of a clinical investigation and the diagnostic studies should be transferred to the acquiring team. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ഇതൊരു കോപ്പി ഇവര് ചാർട്ടർ കമ്പൗണ്ട് ആയാലും ദെൻ റിസീവിംഗ് ആയിട്ടുള്ള വ്യക്തിക്കും ഇതിന്റെ ഒരു കോപ്പി കൊടുത്തിരിക്കുക എന്നൊക്കെ നമ്മൾ പറഞ്ഞു. കാരണം എന്തുകൊണ്ടാ, അവർക്ക് എന്തിനു വേണ്ടിയിട്ടാണ്, അവർക്ക് ക്ലിനിക്കൽ ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് ഡയഗ്നോസ്റ്റിക് സ്റ്റഡീസ്, എന്താണ് രോഗം നിർണയം, രോഗം കണ്ടെത്താൻ വേണ്ടിയിട്ടും അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രവർത്തനങ്ങളൊക്കെ, ക്ലിനിക്കലായിട്ട് എന്തെങ്കിലും ചികിത്സാ രീതികളുടെ മാറ്റങ്ങൾ എന്തെങ്കിലുമൊക്കെ നിരീക്ഷിക്കാൻ വേണ്ടിയിട്ടും എന്താണ് ഈ റിപ്പോർട്ട് ആവശ്യമാണ്. ട്രാൻസ്ഫർ ടു ദ അക്വയറിംഗ് ടീം. ആർക്ക് വേണ്ടിയിട്ടത്, ശരിക്കും അക്വയർ ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടേക്കാണോ ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത് അവർക്കും ഈ തരത്തിലുള്ള ഡീറ്റെയിൽസ് അടങ്ങിയ ഒരു റിപ്പോർട്ട് ആവശ്യമാണ്. അത് തന്നെയാണ് ഇവിടെ ലാസ്റ്റ് ഇതായിട്ട് പറയുന്നത്. അപ്പോ ഇതില് നമ്മൾ കണ്ടുവരുന്ന പോയിന്റ്സ് തന്നെയാണ് ഇവിടെ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. അതായത് ഡോക്ടേഴ്സിന്റെ റിപ്പോർട്ട് വേണം, നഴ്സിന്റെ റിപ്പോർട്ട് വേണം എന്നൊക്കെ നമ്മൾ നേരത്തെ കണ്ടു. അത് തന്നെ ഇവിടെയും റിപ്പീറ്റ് ചെയ്ത് ആവർത്തിക്കുന്നത്. ഇനി എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും നെക്സ്റ്റ് പോയിന്റ്, the authentication of a patient transfer is most significant but often missed as a part of a transfer. അതായത് നമ്മുടെ ആധികാരികത എന്നാണ് ഓതന്റിക്കേഷൻ എന്ന് പറയുന്നത്. പേഷ്യന്റിന്റെ ആധികാരികത, ട്രാൻസ്ഫർ ഈസ്
മോസ്റ്റ് സിഗ്നിഫിക്കന്റ്, അതായത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ബട്ട് ഓഫൺ മിസ്ഡ് ആസ് ദ പാർട്ട് ഓഫ് ട്രാൻസ്ഫർ. ചിലപ്പോ ചില സമയങ്ങളിൽ നമുക്ക് അറിഞ്ഞൂടെ, വ്യക്തിക്ക് ചിലപ്പോ ഇതൊന്നും അറിയണമെന്നില്ല അല്ലെ, അവരുടെ റിലേറ്റീവ്സ് ഒക്കെ ആയിരിക്കും ഇതിന്. പക്ഷെ വ്യക്തിക്ക് എന്താണ് മസ്റ്റ് ആയിട്ടുള്ള ഒരു അധികാരമുണ്ട്, എനിക്ക് ഇവിടെ നിന്ന് മറ്റൊരു പ്ലേസിലേക്ക് പോകണമെന്നായിട്ട് ഇന്ന കാര്യങ്ങളൊക്കെ വേണം എന്നെ ഉറപ്പ് വേണം. അതാണ് അവിടെ ടെസ്റ്റിമോണി എന്നുള്ള പോയിന്റിലേക്ക് വരുന്നത്, അതായത് സാക്ഷ്യപത്രം. അത് ശരിക്കും ആ വ്യക്തിക്ക് അത് ചിലപ്പോ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ടാണ് പറയുന്നത് മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ആണ്, ഇമ്പോർട്ടന്റ് ആണ്. ബട്ട് ഓപ്പൺ മിസ്ഡ് ആസ് പാർട്ട് ഓഫ് ട്രാൻസ്ഫർ. ചിലപ്പോ അത് നഷ്ടപ്പെടാം അല്ലെ, അവരുടെ ആ പേഷ്യന്റിന്റെ തന്നെ ഉറപ്പ് കിട്ടാനായിട്ട് സാധ്യത കുറവാണ്. ഇൻ കേസ് പേഷ്യന്റ് ഓക്കെ ആണ്, നല്ല ആണ്, മെമ്മറി ആണ്, ഓക്കെ ആണെങ്കിൽ എന്താണ് അവരുടെ ഒരു ഉറപ്പുണ്ടായിരിക്കും ട്രാൻസ്ഫർ ചെയ്യാൻ, ഞാൻ പോകാം തയ്യാറാണ് എന്നുള്ള ഒരു ഉറപ്പ് അല്ലെ. നമ്മള് ചിലപ്പോഴൊക്കെ എന്തെങ്കിലും ലീഗലായിട്ടുള്ള ഇഷ്യൂസ് ഒക്കെ വരുമ്പോൾ ആ വ്യക്തിയുടെ മൊഴി രേഖപ്പെടുത്തുന്നു അല്ലേ, ആ വ്യക്തി ഓക്കെ ആണെങ്കിൽ അത് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ആ വ്യക്തിക്ക് ആണെങ്കിൽ അത് ചെയ്യാൻ സാധിക്കില്ല. അതാണ് അവിടെ പറയുന്നത്. ഐഡന്റിഫിക്കേഷൻ ഓഫ് എ പേഷ്യന്റ് ട്രാൻസ്ഫർ ഇസ് മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ബട്ട് ഓഫൺ മിസ്ഡ് ആസ് പാർട്ട് ഓഫ് എ ട്രാൻസ്ഫർ. ഓക്കെ, ക്ലിയർ ആയോ? മൂന്നാമത്തെ ഘടകം പറയുന്നുണ്ട്, സ്റ്റാൻഡർഡൈസ്ഡ് ടെസ്റ്റിമോണി ഷുഡ് ബി യൂസ്ഡ് ആൻഡ് സസ്റ്റെയിൻ ബോത്ത് ഓഫ് ഇൻട്രാ ആൻഡ് ഇന്റർ ഹോസ്പിറ്റൽ ട്രാൻസ്ഫർ. അതായത് നമ്മളെ ട്രാൻസ്ഫർ കണ്ടപ്പോൾ നമ്മൾ പഠിച്ചു എന്താണ് ഇന്റർ ട്രാൻസ്ഫറും ഉണ്ട് ഇൻട്രാ ട്രാൻസ്ഫറും ഉണ്ടെന്ന് പഠിച്ചു. അതായത് ഹോസ്പിറ്റലിന്റെ അകത്ത് ചിലപ്പോ എന്താണ് ഐസിയുലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു, ചിലപ്പോൾ നമ്മളെ വാർഡിലേക്ക്, അതായത് കറക്റ്റ് ആയിട്ടുള്ള രോഗനിർണയത്തിന് വേണ്ടിയിട്ട് ചിലപ്പോൾ ഡിപ്പാർട്ട്മെന്റിലേക്ക്, വേറെ ഡിപ്പാർട്ട്മെന്റിലേക്കൊക്കെ ട്രാൻസ്ഫർ ചെയ്യും. അപ്പൊ ഇവിടെയെല്ലാം ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഒരു സാക്ഷ്യപത്രം, നമ്മള് ഇവിടെ നിന്ന് അങ്ങോട്ട് പോകാനുള്ള കാരണം റീസൺ കൊണ്ടാണ് അങ്ങോട്ടേക്ക് പോകുന്നത്, ആ ഒരു സാക്ഷ്യപത്രം ഉണ്ടായിരിക്കണം. സ്റ്റാൻഡർഡൈസ്ഡ് ടെസ്റ്റിമോണി ഷുഡ് ബി യൂസ്ഡ്, ഉണ്ടായിരിക്കണം, ഉപയോഗിച്ചിരിക്കണം എന്നാണ് പറയുന്നത്. ദീസ് ലീഗൽ പേപ്പേഴ്സ് ഷുഡ് ബി യൂസ്ഡ് ഫോർ ഓഡിറ്റ് പർപ്പസ്, ഫോർ ഇൻവെസ്റ്റിഗേറ്റിംഗ് ദ ഡിഫക്ട്സ് ഇൻ ദ പേഷ്യന്റ് ട്രാൻസ്ഫർ. എന്തെങ്കിലും ഡിഫക്റ്റുകൾ ഈ പേഷ്യന്റിന്റെ ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഡിഫക്റ്റുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഇവർക്ക് ഈ ഒരു ടെസ്റ്റിമോണി വെച്ചിട്ടാണ് ഇവർക്ക് അത് കൈകാര്യം ചെയ്യാനായിട്ട് ലീഗലായിട്ടുള്ള കാര്യങ്ങൾ, നയമുള്ള നടപടികളെ അവർക്ക് നേരിടാൻ സാധിക്കുള്ളൂ. അപ്പൊ മസ്റ്റ് ആയിട്ട് ടെസ്റ്റിമോണി ഹോസ്പിറ്റലുകാർ എന്തായാലും അത് നേടിയിരിക്കും. ഇപ്പോൾ ഡിസ്ചാർജ് എന്ന് പറയുന്ന മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് അയക്കുമ്പോൾ, അല്ലെങ്കിൽ അയക്കാതിരിക്കുമ്പോൾ, അല്ലെങ്കിൽ വീട്ടിലേക്ക് പറഞ്ഞേക്കുമ്പോഴൊക്കെ അവരെന്ത് ചെയ്യും, ഇങ്ങനത്തെ ഡോക്യുമെന്റ്സിലെല്ലാം സൈൻ ചെയ്യിപ്പിക്കും. അപ്പൊ നമ്മൾ വായിച്ചു കേൾപ്പിക്കും, ചിലപ്പോ നമ്മളെ കൊണ്ട് തന്നെ വായിപ്പിച്ചിട്ട് ഉറപ്പ് വരുത്തിയിട്ട് നമ്മുടെ സാക്ഷ്യപത്രം നേടിയിരിക്കുന്നത് ഞാൻ പറയുന്നത്. സ്റ്റാൻഡർഡൈസ്ഡ് ടെസ്റ്റിമോണി ഷുഡ് ബി യൂസ്ഡ് ആൻഡ് സസ്റ്റെയിൻഡ് ബോത്ത് ഫോർ ഇൻട്രാ ആൻഡ് ഇന്റർ ഹോസ്പിറ്റൽ ട്രാൻസ്ഫർ. എന്തുകൊണ്ടാണ് നമ്മൾ ബെസ്റ്റ് ആയിട്ട് പറയുന്നത്, ദീസ് ലീഗൽ പേപ്പേഴ്സ് ഷുഡ് ബി യൂസ്ഡ് ഫോർ ഓഡിറ്റ് പർപ്പസ്. എന്തെങ്കിലും ഓഡിറ്റ് വരികയാണെങ്കിൽ അതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഫോർ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഡിഫക്ട്സ് ഇൻ ദ പേഷ്യന്റ് ട്രാൻസ്ഫർ. പേഷ്യന്റ് ട്രാൻസ്ഫർ എന്തെങ്കിലും ഡിഫക്ട്സുകളൊക്കെ കണ്ടുപിടിക്കുക, എന്തെങ്കിലും നിരീക്ഷണത്തിലൂടെ കണ്ടെത്തൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാല് ഇത്തരത്തിലുള്ള ഒരു എന്താ പറയുന്ന ടെസ്റ്റിമോണിയാണ് അവരുടെ പ്രൂവ് അല്ലെ, അവരുടെ എവിഡൻസ്. അപ്പൊ അതാണ് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? മറുപടി കിട്ടിയില്ല, ക്ലിയർ ആയോ? തേർഡ് പോയിന്റ് ചോദിച്ചാല് ക്ലിയർ ആയോ? എന്നോട് പറയേണ്ടതുണ്ടോ? എനിവേ, ഇനി എന്തെങ്കിലും ഡൗട്ടുകൾ നിങ്ങൾ നോക്കൂ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം, അതല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. നമ്മുടെ ട്രാൻസ്ഫോർമേഷൻ എന്നുള്ള ഒരു കഴിയാണ്. നമ്മൾ ഇനി നെക്സ്റ്റ് എടുക്കാൻ പോകുന്നത് ഓപ്പറേഷൻ തിയേറ്റർ ആണ് കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ നിങ്ങൾ അത് കൊണ്ടുവരണം. ചാപ്റ്റർ 14 ഓപ്പറേഷൻ തിയേറ്റർ. ചെറുതൊന്നും എടുത്തു വെക്കാന്ന് ഓർത്തിട്ടാണ്. ടെർമിനോളജി ഒക്കെ എനിക്ക് പഠിപ്പിക്കാനുണ്ട് കേട്ടോ. അതൊക്കെ നിങ്ങൾ ഉണ്ടോ, നിങ്ങളുടെ കയ്യിലുണ്ടോ അതൊക്കെ? ചാപ്റ്റർ 36 ആണോ? 35 അല്ലല്ലോ, അപ്പൊ 31 ആണ്. ഇത് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിപ്പിക്കാനുള്ളത് ഓപ്പറേഷൻ തിയേറ്റർ. അത് നെക്സ്റ്റ് വരുമ്പോ കൊണ്ടുവരണേ. അപ്പം നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് എന്താണ് ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. നിങ്ങൾ ബുക്ക് എടുക്കാം, എഴുതാം.
ഫസ്റ്റ് ഫ്ലോ പേഷ്യന്റ് എനിക്ക് തോന്നുന്നു ക്ലിയർ ആയിട്ടാവും ആദ്യം അല്ലെ കിട്ടാതിനേക്കാൾ ബെറ്റർ ആയിട്ടുണ്ടാവും. അവസാന ക്ലാസ്സിലൊക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം നിങ്ങൾ ഫോളോ ചെയ്ത് പോയിട്ടുണ്ടാവുമായിരിക്കും. എനിവേ നമുക്ക് ക്വസ്റ്റ്യൻസ് എടുക്കാം, എഴുതാം, സ്റ്റാർട്ട് ചെയ്യട്ടെ. ക്വസ്റ്റ്യൻസ് ചെയ്താലോ? ആരെങ്കിലും റിപ്ലൈ തരും? ഓക്കെ ആണെങ്കിൽ ഞാൻ ക്വസ്റ്റ്യൻസ് പറയാം. അപ്പോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ requirement for transferring a patient? Which of the following is a requirement for transferring a patient? So first one A. Answer A, option A. Patient consent. Question ഒന്നുകൂടി പറയാട്ടോ. Which of the following is a requirement for transferring a patient? അതാണ് question. Answer first one A, patient consent. Option number B, physician approval. Then option number C, insurance authorization. Then എങ്ങനെയാണ് റിക്വയർമെന്റ് ഫോർ ട്രാൻസ്ഫറിങ് പേഷ്യന്റിന് എന്തൊക്കെ ആവശ്യമുണ്ട്? ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ എന്തൊക്കെ ആവശ്യമുണ്ടോ? പേഷ്യന്റിന്റെ കൺസെന്റ്, ഫിസിഷ്യന്റെ അപ്രൂവൽ, ഇൻഷുറൻസ് ഓതറൈസേഷൻ. ഓപ്ഷൻ നമ്പർ ഡി എന്ന് പറയുന്നത് ഓൾ ഓഫ് ദി അബവ്. ഓക്കെ, ഓൾ ഓഫ് ദി അബവ് ആണ് ഓപ്ഷൻ നമ്പർ ഡി എന്ന് പറയുന്നത്. അപ്പൊ കിട്ടിയോ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ കിട്ടിയോ? Which of the following is a requirement? Okay എന്ന് പറയുന്നുണ്ട്. Then next question പറയാം. What is the purpose of a transfer summary? Next question. What is the purpose of a transfer summary? What is the purpose of a transfer summary? What is the purpose of a transfer summary? Option A, to provide a brief overview of the patient's condition. Option number A, to provide a brief overview of the patient's condition. To provide a brief overview of the patient's conditions. Then option B, to document the transfer process. Then C, to communicate patient information to the receiving facility. To communicate patient information to the receiving facility. Option number A, to provide a brief overview of the patient condition.
Second one B, to document the transfer process. Then third one C, to communicate a patient information to the receiving facility. Then fourth one D, എന്തായിരിക്കും? ട്രാൻസ്ഫർ സമ്മറി എന്ന് പറയുന്നത് ഓക്കെ ട്രാൻസ്ഫർ സമ്മറിയിൽ എന്തൊക്കെയായിരിക്കും? റിസീവ് ചെയ്യുന്ന വ്യക്തികൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടായിരിക്കും അല്ലെങ്കിൽ എന്താണ് ആ സമ്മറി മനസ്സിലാക്കിയാണ് ആ വ്യക്തിയെ കുറിച്ച് പേഷ്യന്റിനെ കുറിച്ചുള്ള ഒരു ഓവർവ്യൂ ഇരിക്കുന്നത്. കണ്ടീഷൻ എന്താണ് അതിനവിടെ സ്റ്റേജിൽ മനസ്സിലാക്കാൻ പറ്റും. ട്രാൻസ്ഫർ പ്രോസസ് ഏതൊക്കെ രീതിയിലാണ് ഈ ട്രാൻസ്ഫർ പ്രോസസ് നടന്നിരിക്കുന്നതെന്ന് മനസ്സിലാക്കാനൊക്കെ സാധിക്കും. എന്ത് ട്രാൻസ്ഫർ സമ്മറി നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി റിപ്പോർട്ടുകളുടെ ഡോക്യുമെന്റേഷൻ ഒക്കെ നമ്മൾ നടത്തിയിരിക്കണം എന്ന് പറഞ്ഞല്ലേ. അപ്പൊ അതിന്റെ ആ ഒരു പർപ്പസ് ആണ് പറഞ്ഞത്. പിന്നെ തേർഡ് ക്വസ്റ്റ്യനിലേക്ക് പോവാലോ. ഓക്കെ അല്ലേ? വിച്ച് മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് ഈസ് most appropriate for a critically ill patient, which mode of transfer, which mode of transport is most appropriate for a critically ill patient, requiring close monitoring, sustaining interventions. എന്താണ് വിച്ച് മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് ആയിരിക്കും? ക്രിട്ടിക്കലി ഇൽ പേഷ്യന്റിനെ മോണിറ്ററിംഗ് സംവിധാനത്തോട് കൂടിയിട്ട് പെട്ടെന്ന് തന്നെ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് മോസ്റ്റ് യൂസബിൾ ആയിട്ടുള്ള ട്രാൻസ്പോർട്ട് ഏതായിരിക്കും? എയർ ട്രാൻസ്പോർട്ട്. എയർ ട്രാൻസ്പോർട്ട് ആൻസർ മാത്രം എഴുതിയാൽ മതി. നിങ്ങൾക്ക് അറിയാവുന്നതാണ് എയർ ട്രാൻസ്പോർട്ട്. The next question, what is the primary consideration? What is the primary consideration when selecting a mode of transport for an inter-facility patient transfer? What is the primary consideration when selecting a mode of transport for an inter-facility patient transfer? എന്തായിരിക്കും പ്രൈമറി കൺസിഡറേഷൻ കൊടുക്കാം? എന്തായിരിക്കും? What is the primary consideration when selecting a mode of transport for an question? What is the primary consideration when selecting a mode of transport? Answer പറയാം. Patient safety and stability. പേഷ്യന്റിന്റെ സേഫ്റ്റിയും സ്റ്റെബിലിറ്റിക്കും പ്രാധാന്യം കൊടുത്തിട്ടാണ്, അതിന് മുൻഗണന കൺസിഡറേഷൻ കൊടുത്തിട്ടാണ് മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് സെലക്ട് ചെയ്യുന്നത്. വാട്ട് ഈസ് ദ പ്രൈമറി കൺസിഡറേഷൻ വെൻ സെലക്ടിങ് എ മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് ഫോർ ആൻ ഇന്റർ ഫെസിലിറ്റി പേഷ്യന്റ് ട്രാൻസ്പോർട്ട്? അപ്പൊ ട്രാൻസ്പോർട്ട് വരെ പറഞ്ഞാലും മതി. ആൻസർ എന്താണ്? പേഷ്യന്റ് സേഫ്റ്റി ആൻഡ് സ്റ്റെബിലിറ്റി. പേഷ്യന്റിന്റെ
സുരക്ഷയും നിലനിൽപ്പൊക്കെ വേണ്ടിയിട്ടാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. പേഷ്യന്റ് സേഫ്റ്റി ആൻഡ് സ്റ്റെബിലിറ്റി. Okay, then next question. What is the role of the MICU team? Not MICU team. What is the role of the MICU team? MICU എന്തുട്ടാ? MICU എന്താണ് മനസ്സിലായില്ല? What is the role of the MICU team? MICU ന്റെ full form എന്താ? അത് കിട്ടണില്ല? ശ്രമിച്ചു നോക്കിയേ. MICU. ഓക്കെ, മൊബൈൽ ഇന്റൻസീവ് യൂണിറ്റ്. ആരെങ്കിലും പറയട്ടെ, ഓർത്തന്നെ ഇരിക്കുന്നു. മൊബൈൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ് എന്താണ്? അപ്പൊ അതിന്റെ വാട്ട് ഇസ് ദ റോൾ ഓഫ് ദ MICU ടീം? എന്തായിരിക്കും റോള്? ഞാൻ ഓപ്ഷൻസ് വായിക്കാം. ടു പ്രൊവൈഡ് പ്രൈമറി കെയർ ഫോർ മെഡിക്കൽ പേഷ്യൻസ്, ടു പ്രൊവൈഡ് കൺസൾട്ടേറ്റീവ് കെയർ ഫോർ സർജിക്കൽ പേഷ്യന്റ്. Then third one, to provide specialized care for critically ill medical patients. Then fourth one, to perform routine medical procedure. MICU ടീമിന്റെ പ്രധാനപ്പെട്ട റോൾ എന്താണ്? ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അതായത് ഓപ്ഷൻ എ പറയുന്നത് ടു പ്രൊവൈഡ്, നിങ്ങൾ എഴുതണം എന്നില്ല കേട്ടോ. To provide primary care for medical patients. Next one B പറയുന്നു to provide consultative care for surgical patients. The third one പറയുന്നു to provide specialized care for critically ill medical patients. പിന്നെ fourth one D പറയുന്നു to perform routine medical procedure. Answer C. Okay, good. എന്താണ് ആൻസർ? എന്താണ്? To provide specialized care for critically ill medical patients. മൊബൈൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ് എന്തിനു വേണ്ടിയിട്ടാ? അതെന്താ പ്രധാന റോള്? To provide specialized care for critically ill medical patients. The next question ലേക്ക് പോകാം. Next question. What is the essential equipment? What is the essential equipment required for transferring a critically ill patient? What is the essential equipment required for transferring a critically ill patient? കുറച്ച് എക്യുപ്മെന്റ്സിന്റെ പോയിന്റ്സ് ഒക്കെ ഒന്ന് ഓർത്ത് വെച്ച് നോക്കിയേ. ഫസ്റ്റ് നമ്പർ എ വെന്റിലേറ്റർ മോണിറ്റർ. നിങ്ങളൊക്കെ എഴുതണമെന്നില്ല, എഴുതിക്കോ, എന്നാലും നമുക്ക് കിട്ടുള്ളൂ അല്ലെ ആൻസർ. എഴുതിക്കോ. ഓപ്ഷൻ നമ്പർ എ വെന്റിലേറ്റർ മോണിറ്റർ. ഓക്കെ, പറയാം, സ്ലോലി പറയാം. What is the essential equipment required for? What is the essential equipment required for transferring a critically ill patient? What is the essential equipment required for transferring a
ക്രിട്ടിക്കലി ഇൽ പേഷ്യന്റ്. ഓപ്ഷൻ പറയാനോ? ഓപ്ഷൻ നമ്പർ എ വെന്റിലേറ്റർ മോണിറ്റർ. ഓപ്ഷൻ നമ്പർ ബി defibrillator. Then comma pulse oximeter. Defibrillator, pulse oximeter. Pulse oximeter. Then C, B എന്താണ് ചോദിക്കുന്നത്? എന്താണ് ഒന്നുകൂടി പറയാനാണ് ഉദ്ദേശിക്കുന്നത്? വെന്റിലേറ്റർ മോണിറ്റർ. വെന്റിലേറ്റർ കോമ മോണിറ്റർ എഴുതിയോ? എ വെന്റിലേറ്റർ കോമ മോണിറ്റർ എ. ദെൻ ബി എന്ന് പറയുന്നത് നിങ്ങൾ ആ സ്പെല്ലിംഗോ എഴുതുന്നതാണ്, നിങ്ങൾക്ക് അതായിരിക്കും പ്രശ്നം. DEFIBRILL. DEFIBRILL ATOR. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഫസ്റ്റ് ഇതില് ട്രാൻസ്പോർട്ടിൽ പറഞ്ഞത്, അതായത് ഫസ്റ്റ് CPR കൊടുത്തിട്ട് നമ്മൾ ഫസ്റ്റ് എയ്ഡ് കൊടുത്തിട്ട് റിക്കവർ ആവാതെ വരുമ്പോൾ ഒരു ചെറിയ വൈദ്യുത പ്രവാഹത്തോട് കൂടിയിട്ടുള്ള ഒരു എക്യുപ്മെന്റ്, അതായത് പുഷ് ചെയ്യുമ്പോഴത്തേയും ഒരു ചലനമല്ലേ, ഒരു ഇടിപ്പ് വന്നു തുടങ്ങും. അങ്ങനെ തുറക്കുന്ന ആ ഒരു എക്യുപ്മെന്റ് അല്ലെ, അതാണ് പറയുന്നത് ഡിഫൈബ്രിലേറ്റർ എന്നുള്ളത്. ഡിഫൈബ്രിലേറ്റർ ആ ഒരു എക്യുപ്മെന്റിന്റെ പേരാണത്. ഓക്കെ ആണോ? ക്ലിയർ ആയോ? കിട്ടിയോ? നെക്സ്റ്റ് ചാപ്റ്റർ നെയിം പറയാമോ? നെക്സ്റ്റ് ചാപ്റ്റർ ഓപ്പറേഷൻ തിയേറ്റർ ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ എന്താ പറയുന്നത്, ഇവിടെ വരെ എത്തി. വെന്റിലേറ്റർ കോമ മോണിറ്റർ, പിന്നെ ഡിഫൈബ്രിലേറ്റർ, ഓക്സിമീറ്റർ പറഞ്ഞു. പിന്നെ ചാപ്റ്റർ നമ്പർ 14 കിട്ടോ. സി പറയുന്നു ECG മെഷീൻ ആൻഡ് ഓക്സിജൻ ടാങ്ക്. ECG മെഷീൻ കോമ ഓക്സിജൻ ടാങ്ക്. Then D all of the above. എന്തായിരിക്കും ഇത്തരം എക്യുപ്മെന്റ്സ് ഒക്കെ എന്തെങ്കിലും ഉണ്ടായിരിക്കണം? എസെൻഷ്യൽ എക്യുപ്മെന്റുകൾ തന്നെയാണ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ. അപ്പൊ കുറച്ച് മെഷീൻസിന്റെ പേര് ഇതേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ ഇതിപ്പോ കണ്ടോ, ഒന്ന് പറഞ്ഞപ്പോ നിങ്ങൾക്ക് പെട്ടെന്ന് എന്തായ മാതിരി വായിക്കുമ്പോ ഒന്നും ക്ലിക്ക് ചെയ്യാതിരിക്കരുത്. കുറച്ച് മെഷീൻസിന്റെ പേരാണ് അത് ഓൾ ഓഫ് ദി എബവ് ആണ്. എല്ലാം എസെൻഷ്യൽ എക്യുപ്മെന്റ്സ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. സി ഒന്നുകൂടി പറയാം. ECG മെഷീൻ, ECG മെഷീൻ കോമ ഓക്സിജൻ ടാങ്ക്. ഓക്സിജൻ ടാങ്ക് അല്ലെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അവർക്ക് ആവശ്യമാണ്. ECG മെഷീൻ കോമ ഓക്സിജൻ ടാങ്ക്. ഡി എന്ന് പറയുന്നത് ഓൾ ഓഫ് ദി എബവ്. കൊടുത്തിരിക്കുന്നതൊക്കെ എന്താണ് പ്രധാനപ്പെട്ട എക്യുപ്മെന്റ്സ് തന്നെയാണ്, ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ വേണം. വാട്ട് ഈസ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് What is the purpose of setting a tidal oleum on a ventilator? നമ്മൾ ഇന്ന ക്ലാസ്സിൽ എടുത്തതാണ്. What is the purpose of setting a tidal oleum of a ventilator? What is the purpose of setting a tidal volume of a ventilator? Volume on a ventilator. അതിൽ കുറെ പറയുന്നുണ്ട്, നിങ്ങൾ എല്ലാം എഴുതണ്ട. ഓപ്ഷൻ എ പറയുന്നു ടു കൺട്രോൾ റെസ്പിറേറ്ററി റേറ്റ്, ടു റെഗുലേറ്റ് ഇൻസ്പിറേറ്ററി പ്രഷർ, ടു എൻഷുർ adequate lung expansion and gas exchange. Then last one പറയുന്നു ടു മോണിറ്റർ ഓക്സിജൻ സാച്ചുറേഷൻ. എന്തിനാണ് നമ്മൾ ഈ ഡിവൈസ് യൂസ് ചെയ്യാൻ പറഞ്ഞത്? എന്തിനാണ്? ടു എൻഷുർ adequate lung expansion and gas exchange. നമ്മൾ പറഞ്ഞല്ലേ, നമുക്ക് ഉള്ളിലേക്ക് എടുക്കുന്നതും പുറത്തേക്ക് എടുക്കുന്നതുമായ റേഷ്യോ അതെല്ലാം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അതിന്റെ ആ ഓക്സിജന്റെ ഫ്രാക്ഷൻ, റെസ്പിറേറ്ററി റേറ്റ് ഒക്കെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ടൈഡൽ വോളിയം വേണം അതോടുകൂടിയുള്ള മെഷീൻ ഉപയോഗിക്കുന്നത് പറയുന്നത്.
What is the purpose of the setting a tidal volume on a ventilator? ചോദിച്ചു. നല്ല ആൻസർ എന്ന് പറയുന്നത് to ensure adequate lung expansion and gas exchange. Lung expansion and gas exchange. What is the purpose of setting a tidal volume on a ventilator? Answer to ensure adequate lung expansion and gas exchange. The next question, that should be used and sustained both for, that should be used and sustained both for, and sustained both for intra and inter hospital transfer. Intra and inter hospital transfer. Question, dash should be used, dash should be used and sustained both, and sustained both intra and inter hospital transfer. Intra and inter hospital transfer. Answer എന്താണ്? എന്താണ്? അങ്ങനെ തന്നെ കിടക്കണ്ടേ? That should be used. Okay, standardized testimony. സാക്ഷിപത്രം അല്ലേ? Standardized testimony. Testimony spelling TESTIMONY. That should be used and sustained both for intra and inter hospital transfer. Answer standardized testimony. Then next one, what is the usage of standardized testimony? Then what is the important? What is the usage of standardized testimony? What is the usage of standardized testimony? Let's ready go. Used for audit purpose for investigating. Used for audit purpose for investigating. Used for audit purpose of for investigating. Delay. Then last question on the Mogiko, what is the primary reason for transfer of a patient? What is the primary reason for transferring a patient? What is the primary reason for transferring a patient? The answer is what is the primary reason for transferring a patient? Formula. What is the primary reason for transferring a patient? Reason? Better care. What is the primary reason for transferring a patient? Ninth question. What is the usage of standardized testimony? Used for audit purpose. Used for audit purpose.
ഫോർ ഇൻവെസ്റ്റിഗേറ്റീവ് ഓഡിറ്റ് പർപ്പസിന് ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ വരുമ്പോഴാണ് എന്ത് ടെസ്റ്റിമോണി എന്ന് പറയുന്ന കാര്യം പ്രാധാന്യം വരുന്നത്. But it's a usage of a standardized testimony. Here, third question പറയാനുണ്ട്. Which mode of transport is most appropriate? Which mode of transport is most appropriate for a critically ill patient requiring close monitoring, sustaining interventions? Which mode of transport is most appropriate for a critically ill patient requiring close monitoring, sustaining interventions? എന്താണ് എയർ ആംബുലൻസ്. ഇന്റർവെൻഷൻസ് ഓഫ് എയർ ആംബുലൻസ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആരോ പറഞ്ഞു നോക്കണം. Which of the following is a requirement for transferring a patient? First question, requirement for transferring a patient. Patient consent, physician's approval, insurance authorization, all of the above. Answer നമുക്ക് all of the above കൊടുക്കാം. Second question പറയുന്നത് what is the purpose of a transfer summary? What is the purpose of a transfer of a summary? എല്ലാം ഫസ്റ്റ് വൺ പറയുന്നു എ ടു പ്രൊവൈഡ് എ ബ്രീഫ്. ആൻസർ പറയും അതില്, അതായത് ആൻസറിൽ എല്ലാം വരുന്നുണ്ട്. ടു പ്രൊവൈഡ് എ ബ്രീഫ് ഓവർവ്യൂ, അല്ലെ വ്യക്തിയുടെ ഓവർവ്യൂ, അത്യാവശ്യം എന്താണ് കാര്യം എന്ന് അറിയാൻ വേണ്ടി, പേഷ്യന്റെ കണ്ടീഷൻ അറിയാം. ടു പ്രൊവൈഡ് എ ബ്രീഫ് ഓവർവ്യൂ ഓഫ് ദ പേഷ്യൻസ് കണ്ടീഷൻ. സെക്കൻഡ് വൺ ബി ടു ഡോക്യുമെന്റ് ദ ട്രാൻസ്ഫർ പ്രോസസ്, എന്തൊക്കെ ഡോക്യുമെന്റ്സ് ഉണ്ടോ അതൊക്കെ അറിയണം. ടു കമ്മ്യൂണിക്കേറ്റ് പേഷ്യന്റ് ഇൻഫോർമേഷൻ ടു ദ റിസീവിംഗ് ഫെസിലിറ്റി. ആ കമ്മ്യൂണിക്കേഷൻ അല്ലെ ഈ സമ്മറി നോക്കിയിട്ടാണ് അതില് പറയുന്ന രേഖകൾക്ക് അനുസരിതമായിട്ടാണ് ഈ വ്യക്തിയോട് ചോദിക്കുക, അല്ലെങ്കിൽ ആ റിലേറ്റീവ്സിനോട് ചോദിക്കുക, അല്ലെങ്കിൽ നഴ്സിനോടൊക്കെ ചോദിച്ച് റിസീവിംഗ് അതോറിറ്റി കാര്യങ്ങൾ അറിയുന്നത്. ഓൾ ഓഫ് ദി എബോവ്. ആൻസർ എന്താണ്? ഓൾ ഓഫ് ദി എബോവ്. ഇനി എന്തെങ്കിലും നിങ്ങൾ ആരെങ്കിലും ഷെയർ ചെയ്യുക, അപ്പോൾ നിങ്ങൾക്ക് പരസ്പരം ക്വസ്റ്റ്യൻസ് കിട്ടും. ഓക്കെ, സ്റ്റോപ്പ് ചെയ്യാലോ. Okay, bye.